അപ്പോളോ സൈക്കിൾ വേൾഡ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കലത്താണി. മൊബൈൽ 8589932282. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു പറയാൻ കെൽപ്പുള്ള ആളാണ് ഞാനെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ഓർക്കണമെന്ന് സന്ദീപ് ചിവാര്യർ. തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് സന്ദീപ് ചിവാര്യരെ ജന്മനാടായ തച്ചനാട്ടുകരയിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിച്ചത്. മുതിർന്ന പാർട്ടി നേതാക്കളും യുവജന സംഘടനാ നേതാക്കളും സന്ദീപിനെ ത്രിവർണ്ണ ഷോൾ അണിയിച്ചു. തെറ്റുതിരുത്തി ഏതറ്റം വരെയും പോയി തച്ചനാട്ടുകരയിലെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് സന്ദീപ് ചിവാര്യർ പറഞ്ഞു. ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്ന ഒരു നാട്, എൻ്റെ കൂടി പ്രവർത്തനത്തിന്റെ പരമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ ആ തെറ്റ് ഞാൻ വിരുത്തും. ആ ഒരു പഴയ ഗതകാല പ്രൗഢിയിലേക്ക് തച്ചനാട്ടുകരെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു പുതിയ സഹപ്രവർത്തകൻ എന്നുള്ളതിലേക്ക് എൻ്റെ ഒരു അഭ്യർത്ഥനയുള്ളത്. അതിന് ഏതറ്റം വരെ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഏതറ്റം വരെ. തച്ചനാട്ടുകര പഞ്ചായത്ത് UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ലീഗിന്റെയും ഒക്കെ പൊന്നാപുരം കോട്ട തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനം, ഞാൻ അംഗത്വം എടുത്തിട്ടുള്ള എൻ്റെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ ഈ തച്ചനാട്ടുകര പഞ്ചായത്തിൽ അജയ്യമാക്കി തീർക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പം എൻ്റേത് കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ കാര്യത്തിൽ ഉണ്ടാകണം. നമുക്ക് ഒത്തൊരുമിച്ച് അതിനുവേണ്ടി പോരാടണം. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും മാസങ്ങൾ മാത്രമാണ് പറ്റുന്നത്. ഏകദേശം 10 മാസക്കാരാണ് പറ്റുന്നത്. തീർച്ചയായിട്ടും അത് ശക്തി തെളിയിക്കേണ്ട സമയം കൂടിയാണ്, സന്ദർഭം കൂടിയാണ്. അതിലേക്കുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകണം. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു പറയാൻ കെൽപ്പുള്ള ആളാണ് ഞാനെന്ന് എൻ്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് ഓർക്കണമെന്നും സന്ദീപ് പറഞ്ഞു. ഞാൻ വിനയത്തോടെ നേരത്തെയും അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തഗ് പറഞ്ഞാൽ 5 തഗ് പറയാൻ കഴിവുള്ള ആളാണ് ഞാൻ, ഓർമ്മയുണ്ടായാൽ മതി, എന്നിട്ട് എൻ്റെ മെക്കെട്ട് കയറാൻ വന്നാൽ മതി എന്ന് അങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് ഏത് രീതിയിലാണോ പറയുന്നത് അതിലപ്പുറം പറയാൻ ശേഷിയും ചേമോഷിയും ഉണ്ട് എനിക്ക് എന്ന് നല്ല ബോധ്യം അപ്പുറത്തും ഉണ്ടെന്ന് എനിക്കറിയാം. മണ്ഡലം പ്രസിഡന്റ് P. കൃഷ്ണദാസ്, V. രാമൻകുട്ടി ഗുപ്തൻ, E. ഗോപാലകൃഷ്ണൻ, K. മധുസൂദനൻ, A. മുരളീകൃഷ്ണൻ, V. D. മണികണ്ഠൻ, N. P. സൈനുദ്ദീൻ, സുരേഷ് കല്ലിത്തൊടി, E. ഗോപാലകൃഷ്ണൻ, ആമീൻ പാലോട്, P. ബാബു, A. മനോജ്, A. K. സുധാകരൻ, കുന്നത്ത് രാജൻ, C. M. അജീഷ്, P. രാജേഷ്, എടപ്പറ്റ രാജൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. തച്ചനാട്ടുകരയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതാപം പഴയ രീതിയിൽ കൊണ്ടുവരാൻ സന്ദീപിന്റെ വരവോടെ എളുപ്പമാകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് P. കൃഷ്ണദാസ് പറഞ്ഞു. തച്ചനാട്ടുകര പഞ്ചായത്തിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കടന്നുവരവിനെ കാണുന്നത്. കാരണം അത്രമാത്രം ജനങ്ങൾക്കിടയിൽ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലുമൊക്കെ ജനമനസ്സുകളിൽ അതിൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു നേതാവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ അധികാരം ഇപ്പോൾ നിലവിലില്ലാത്ത, സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒന്നും അധികാരമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് തന്നെ നമുക്ക് വളരെയധികം ആശയും ആവേശവും നൽകുന്ന ഒരു സംഗതിയാണ്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സന്ദീപ് തച്ചനാട്ടുകര നാട്ടുകലിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തിയത്.